നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. വാർത്തകളിലേക്ക് വിശദമായി. യുവതി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു. പറവൂർ കോട്ടുവള്ളി സ്വദേശിനി ആശാ ബെന്നിയാണ് മരിച്ചത്. പലിശയ്ക്ക് പണമെടുത്തതിൽ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും എന്റെ മരണകാരണം ഇതാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യ എടുത്തത്. 10 ലക്ഷം രൂപ എടുത്തായിരുന്നു. അത് 5 ലക്ഷം വെച്ചാണ് നമുക്ക് തന്നിരുന്നത്. അതുപോലെ ആവശ്യപ്പെട്ടപ്പോൾ 5 ലക്ഷവും പലിശയും ഇതൊക്കെ കൊടുത്തേർന്നതാണ്. ഏകദേശം എൻ്റെ ഭാര്യ പറഞ്ഞാണ് 1.10 വെച്ച് മാസം കൊടുത്തേർന്നതാണ്. അത് ഏതാണ്ട് ഇപ്പോൾ 2023 തൊട്ടാണ് ഇത് കൊടുത്തേർന്നത്. 23 കൊടുത്തിട്ട് ഇപ്പോൾ 25 ഈ ടൈം വരെ. അപ്പോൾ ഈ ദിവസങ്ങളിൽ അവർക്ക് മുതൽ വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ ഒരു പ്രാവശ്യം വന്നെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഉണ്ടായില്ല. ഞാൻ പണിക്ക് പോയേക്കായിരുന്നു. പണിക്ക് പോയി വന്നപ്പോഴാണ് ഞാൻ അറിയണത് ഇത്ര കാശ് ഇവിടെ കൊടുക്കാനുണ്ടെന്നൊക്കെ. ആരുടെ കയ്യിൽ നിന്ന് ഇവർ മേടിച്ചത്? ഇവര് ബിന്ദു പ്രദീപ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ നിന്നാണ് മേടിച്ചത്. അയാൾ പോലീസുകാരനായിരുന്നു, റിട്ടയർഡ് പോലീസ് ഡ്രൈവറായിരുന്നു. ആശാ ബെന്നിയുടെ വീട്ടിലെത്തി പണം നൽകിയവർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. കുടുംബങ്ങള് ഇനിയാണ് പ്രശ്നം മനസ്സിലാകാൻ പോണത്. പിന്നെ നീ ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആൻമരിയ, ഈ പലിശയ്ക്ക് പണം നൽകിയവർ ഭീഷണിപ്പെടുത്തി നിരന്തരമായി എന്ന് പറയുന്നു. ആത്മഹത്യക്കുറിപ്പിൽ അക്കാര്യം എഴുതിവെച്ചാണ് ആശാ ബെന്നി ഈ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അക്കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ട്. നാട്ടുകാർ എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായി പറയുന്നത്? ഈ സംഭവം, അതായത് കുറച്ച് നാളുകളായിട്ട് ഇവർ നിരന്തരമായിട്ട് ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. തുടർന്നാണ് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ പരാതിയുമായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആ സമയത്ത് പോലീസ് കൃത്യമായിട്ട് അതിനകത്തൊരു പരാതി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. നിങ്ങൾ കോടതിയെ സമീപിക്കുക, ഇത് ഒത്തുതീർപ്പാക്കുക എന്നൊരു രീതിയിലേക്ക്, അതായത് ഈ പോലീസുകാരനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഇടപെടൽ എന്നാണ് ഈ നാട്ടുകാരുടെ അതോടൊപ്പം തന്നെ ബന്ധുക്കളുടെയും ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു വലിയൊരു ആരോപണം എന്ന് പറയുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ ഈ പോലീസ് ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ അവിടെ വെച്ചും ചില വാക്കു തർക്കങ്ങളും ഈ ആശാ ബെന്നിക്ക് നേരെ ആക്രോശവുമായിട്ട് ഇവർ വരുന്ന ദൃശ്യങ്ങളും അവർ പകർത്തുകയും ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ആ പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ വെച്ച് തന്നെ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ അവിടെ വെച്ച് തന്നെ ഈ രീതിയിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നു. കൃത്യമായിട്ടുള്ള ഒരു പരാതി അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നടക്കമുള്ള ഒരു ചെറിയ തരത്തിലുള്ള, അല്ലെങ്കിൽ ചെറുത് എന്ന് പറയാൻ സാധിക്കില്ല, വലിയ തരത്തിലുള്ള ഒരു ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ ആശാ ബെന്നിയുടെ മൃതദേഹം ഇപ്പോൾ പറവൂർ താലൂക്ക് ആശുപത്രിയിലാണ് ഉള്ളത്. ഈ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചെറിയ തരത്തിലുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവർ ഇതിനു മുൻപ് ഈ പലിശയ്ക്ക് പണം നൽകിയവർ ഇതിനു മുൻപ് പണം നൽകിയിട്ടുള്ളവരാണോ, അല്ലെങ്കിൽ ഇവർ നിരന്തരമായിട്ട് ഇങ്ങനെ നൽകുന്നവരാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. പോലീസ് അതൊക്കെ അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ളവ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ നിലവിൽ പരിശോധിച്ചു വരുന്നത്. എന്തായാലും കുറച്ച് നാളുകളായിട്ട് ഇവർ ഈ വലിയ തരത്തിലുള്ള ഒരു ഇവരുടെ ഈ ഭാഗത്തു നിന്നും ആൻമരിയ സണ്ണിയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭീഷണിപ്പെടുത്തിയ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. എന്തായാലും ആത്മഹത്യാക്കുറിപ്പും ഇപ്പോൾ പുറത്തുവന്നു. അതിൽ ഇക്കാര്യങ്ങൾ കൃത്യമായി ആശാ ബെന്നി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ചെന്നൈയിൽ പിറ്റ്ബുൾ നായയുടെ കടിയേറ്റ് 48-കാരൻ മരിച്ചു. കുമരൻ നഗർ സ്വദേശി കരുണാകരനാണ് മരിച്ചത്. അയൽവാസി വളർത്തുന്ന നായയാണ് ആക്രമിച്ചത്. നായയുടെ ഉടമയ്ക്കും കടിയേറ്റു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. റഹീസ്, വിശദാംശങ്ങൾ. ഇന്ന് വൈകിട്ട് 3:30 സംഭവം. ഈ കുമരൻ നഗറിൽ VSN ഗാർഡൻ ഏരിയയിൽ താമസിക്കുന്ന കരുണാകരനാണ് നായയുടെ കടിയേറ്റത്. ഇദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ടുള്ള പൂങ്കൊടിയാണ് ഈ പിറ്റ്ബുൾ നായയെ വളർത്തുന്നത്. 1.5 വർഷമായി ഇവരുടെ വീട്ടിൽ ഈ പിറ്റ്ബുൾ നായ ഉണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഈ നായയെ കരുണാകരന്റെ വീട്ടിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഈ പൂങ്കൊടി പുറത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ പൂങ്കൊടി മുന്നോട്ട് പോയ ഉടൻ തന്നെ ഏതാണ്ട് ഈ കരുണാകരനെ നായ ചാടി കടിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു തവണയല്ല പലതവണ അദ്ദേഹത്തിനെ കടിക്കുകയും
സാരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തു. ഇത് കണ്ടുകൊണ്ട് പൂങ്കൊടി വരികയും ഈ നായയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ നായ പൂങ്കൊടിയെയും കയ്യിൽ കടിക്കുകയായിരുന്നു. അങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഈ 48-കാരനായ കരുണാകരൻ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു. പൂങ്കൊടി ഇപ്പോൾ നിലവിൽ ചികിത്സയിലാണ്. ശേഷം ഈ കോർപ്പറേഷൻ അധികൃതരൊക്കെയും ഇവിടെ എത്തിയിട്ടാണ് ഈ നായയെ പിന്നീട് കൂട്ടിലേക്ക് മാറ്റുന്നത്. ഇതിനൊരു പ്രാദേശിക ലൈസൻസ് ഏർപ്പെടുത്തണമെന്നും ഒപ്പം തന്നെ കോർപ്പറേഷനെ അറിയിച്ചുകൊണ്ടാകണം ഇത്തരത്തിലുള്ള നായകളെ വളർത്തേണ്ടത് എന്നുമുള്ള ഒരു നിയമമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോർപ്പറേഷനെ അറിയിച്ചിട്ടില്ല എന്നാണ് നിലവിൽ അധികൃതർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ എന്തായാലും ഈ വീട്ടുകാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂങ്കൊടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വഴിത്തിരിവ്. അതിർത്തി പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. അതിർത്തി നിർണയത്തിന് പരിഹാരം കാണാൻ വിദഗ്ധ സംഘത്തെ രൂപീകരിക്കും. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ബൽറാം, ചൈനീസ് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലുണ്ട്, വിവിധ കൂടിക്കാഴ്ചകൾ നടന്നുവരികയുമാണ്. ഇപ്പോഴത്തെ ഈ തീരുമാനം ഈ രാജ്യങ്ങൾക്കിടയിൽ ഈ അതിർത്തി നിർണയം ഒക്കെ സാധ്യമാകാൻ പോകുന്നു. അത് ഈ ചർച്ചയിൽ ഉണ്ടായ തീരുമാനമാണോ? പ്രജിൻ, ഇന്നും ഇന്നലെയുമായി നടന്ന ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നത്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുടെ ഇന്ത്യ സന്ദർശനം അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ നിർണായകമായ തീരുമാനങ്ങൾക്ക് കാരണമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയ വാങ് യി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കൂടാതെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ വിവിധ കൂടിക്കാഴ്ചകളിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ചൈനയും തമ്മിൽ കാലങ്ങളായുള്ള അതിർത്തി പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തി നിർണയത്തിന് പരിഹാരം കാണാനായി ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസുകൾ എത്രയും വേഗം പുനരാരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഏറെ നിർണായകമാകുന്നത് അമേരിക്ക ഇരു രാജ്യങ്ങൾക്കും മേൽ ചുങ്കം തീരുവ ചുമത്തിയ ഒരു പശ്ചാത്തലം കൂടി ഈ സന്ദർശനത്തിനുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് അനുസൃതമായി കേന്ദ്രീകൃതമായ ബഹുരാഷ്ട്ര വ്യാപാര സംവിധാനം നിലനിർത്താനും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്ന ബഹുധ്രുവ ലോകത്തെ പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ചൈനയും തമ്മിലുള്ള വ്യാപാരങ്ങളും നിക്ഷേപങ്ങളും സുഗമമാക്കാനുള്ള തീരുമാനവും ഈ കൂടിക്കാഴ്ചയിൽ ഈ സന്ദർശനത്തിനിടെ ഉണ്ടായിട്ടുണ്ട്. 3 അതിർത്തി പോസ്റ്റുകൾ വഴി 3 നിയുക്ത വ്യാപാര കേന്ദ്രങ്ങൾ വഴി ഇന്ത്യ ചൈന തമ്മിലുള്ള വ്യാപാരം പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതിൽ ഇതും ഏറെ നിർണായകമാണ്. ലിപുലേഖ്, ഒപ്പം തന്നെ ഷിപ്കി പാസ്, നാഥുല പാസ് എന്നീ 3 നിയുക്ത കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം പുനരാരംഭിക്കുക. നേരത്തെ കഴിഞ്ഞ 5 വർഷമായി ഏറെ സംഘർഷം നിറഞ്ഞതായിരുന്നു ഇന്ത്യ ചൈന നയതന്ത്ര ബന്ധം. ആ ഒരു ബന്ധമാണ് വീണ്ടും ശക്തമാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ സൈക്കോളജി അധ്യാപകൻ മോശമായി പെരുമാറുന്നുവെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ. പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയാണെന്നും ജാതി അധിക്ഷേപം നടത്തുന്നു എന്നുമാണ് അധ്യാപകൻ ജോൺസിനെതിരെ പരാതി. VC ഉൾപ്പെടെ കേരള സർവകലാശാല അധികൃതർക്ക് പരാതികൾ നൽകിയെങ്കിലും നടപടിയില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സൈക്കോളജി അധ്യാപകനായ ജോൺസണെതിരെയാണ് PG വിദ്യാർത്ഥികൾ ഒന്നടങ്കം പരാതിയുമായി രംഗത്തെത്തിയത്. പുള്ളി നിരന്തരമായിട്ട് ക്ലാസ്സിൽ വരില്ല. വർഷങ്ങളായിട്ട് പുള്ളി ചെയ്യുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കുട്ടികളെ ജാതി വിളിച്ച് അധിക്ഷേപിക്കുക, അതുപോലെ തന്നെ പല പേരുകൾ കുട്ടികളെ വിളിക്കുക, സെക്ഷുവലി സംസാരിക്കുക, പുള്ളിയോട് റേപ്പിനെ ഗ്ലോറിഫൈ ചെയ്ത് പറയാം. കുട്ടികൾ നിരന്തരമായിട്ട് പരാതി കൊടുക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരു കെട്ട് പരാതി ഇദ്ദേഹത്തിനെതിരെ തന്നെ നിൽക്കുകയാണ്. വിദ്യാർത്ഥികളെ മാനസികമായി പീഡിപ്പിക്കുന്നതാണ് അധ്യാപകന്റെ ഹോബി. പെൺകുട്ടികളുടെ മുഖത്തടിക്കാൻ ശ്രമിച്ചെന്നും പരാതിയുണ്ട്. ഞാൻ ക്ലാസ് എടുത്തില്ലെങ്കിൽ നീ എന്നെ തടഞ്ഞു നിർത്തോ, നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് തട്ടിക്കയറാനും കൈപൊക്കി അടിക്കാനായിട്ടും ഓങ്ങിയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ലംഘിച്ചുകൊണ്ട് ആൾ അതിക്രമിച്ച് കയറി വന്ന് എന്നെ അടിക്കാനായിട്ട് വന്നു. കൂട്ടുകാരെല്ലാവരും ഇടയിൽ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. VCക്കും രജിസ്ട്രാർക്കുമടക്കം വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടും നടപടിയില്ല. പൂർവ്വ വിദ്യാർത്ഥികളും ജോൺസണെതിരെ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ചില അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നാണ് അധ്യാപകനായ ജോൺസൺ പറഞ്ഞത്. 24 തിരുവനന്തപുരം.
കോഴിക്കോട് 5.8 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. വെസ്റ്റ് കണ്ണച്ചേരി സ്വദേശി ഇഖ്ലാസ് ആണ് പിടിയിലായത്. വീടിന് സമീപത്തെ റോഡിൽ വെച്ച് പ്രതി MDMA ഉപയോഗിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഹദ്, പരസ്യമായി MDMA ഉപയോഗിക്കുമ്പോഴായിരുന്നോ പോലീസ് ഇയാളെ പിടിച്ചത്? അങ്ങനെയാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. വെസ്റ്റ് കണ്ണഞ്ചേരി സ്വദേശി ഇഖ്ലാസ് ആണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇയാളിൽ നിന്ന് 5.801 ഗ്രാം MDMA ആണ് പിടിയിലായിട്ടുള്ളത്. ഇയാൾ നേരത്തെയും പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീടിന് സമീപത്തുള്ള റൂട്ടിൽ വെച്ച് ഇയാൾ പരസ്യമായിട്ട് ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഇത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതി പോലീസിനെ കുതറി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. എന്നാൽ പിന്നീട് പോലീസ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട കോന്നി അരുവാപ്പുലം അക്കരക്കാലാപ്പടിയിൽ കാട്ടാനിറങ്ങി. കോന്നി കൊക്കാത്തോട് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കോന്നി RRT സംഘം സ്ഥലത്തെത്തി ആനയെ കാടുകയറ്റാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ജയശങ്കർ, ആന ഇപ്പോഴും ഈ മേഖലയിൽ ഉണ്ട്, ദൃശ്യങ്ങൾ വ്യക്തമാണ്. ഏറ്റവും ഒടുവിൽ RRT സംഘം വിവരങ്ങൾ നൽകുന്നുണ്ടോ? അതായത് പ്രജിൻ, കോന്നി അരുവാപ്പുലം അക്കരക്കാലപ്പടിയിൽ കാട്ടാന 10 കൂടിയാണ് ഈ പ്രദേശത്ത് എത്തുന്നത്. ഉടൻ തന്നെ ഈ വനം വകുപ്പ് ഈ ആനയെ തുരത്താനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആന പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് വനം വകുപ്പ് പറയുന്നത്. എന്തായാലും RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ ആണ് ഈ ആനയെ തുരത്താനുള്ള ശ്രമം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോന്നി കൊക്കാത്തോട് റോഡിൽ ഈ ആന ഇറങ്ങിയത് മൂലം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ഈ കോന്നിയിലും പരിസര പ്രദേശങ്ങളിലും കാട്ടാനാക്രമണം രൂക്ഷമാവുകയാണ്. ഓരോ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും കാട്ടാന കൃഷിയിടങ്ങളിലെത്തി വലിയ നാശനഷ്ടമാണ് ഈ പ്രദേശത്ത് നിരവധി ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാത്രിയോ പകലോ ഒന്നും ഇല്ലാതെ കാട്ടാനാക്രമണം രൂക്ഷമായ, കാട്ടാന ശല്യം രൂക്ഷമായ ഒരു പ്രദേശത്താണ് എന്തായാലും വീണ്ടും കാട്ടാന എത്തിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയെ തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. പ്രജിൻ. ശരി, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധന നടത്തി. 6 മാസത്തിനുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്ന് അന്വേഷണ സമിതി അറിയിച്ചു. ജയിൽ ചാട്ടത്തിനൊപ്പം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 15 ജയിലുകളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിക്കാനാണ് സർക്കാരിന്റെ നിർദ്ദേശം. അന്വേഷണ സമിതി അംഗങ്ങളായ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി പരിശോധന നടത്തിയത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് എങ്ങനെ സാഹചര്യമൊരുങ്ങിയെന്നതിലാണ് പ്രധാന പരിശോധന. ഒപ്പം ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പൊതുസ്ഥിതിയും വിലയിരുത്തും. എന്നാൽ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥതല നടപടിക്ക് സമിതി ശുപാർശ ചെയ്യില്ല. ഈ ജയിൽ ചാടിയതിന് ആരെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ, ആരുടെ ഭാഗത്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വ്യക്തിപരമായിട്ട് ആർക്കും ഇതിനായിട്ട് എൻക്വയറി ഞങ്ങൾ ചെയ്യുന്നില്ല. അത് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറിയുടെ ഭാഗമാണ്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 15 ജയിലുകളിൽ കൂടി സമിതിയുടെ സന്ദർശനമുണ്ടാകും. തടവുകാരുടെ ബാഹുല്യവും ജീവനക്കാരുടെ കുറവും പരിശോധിക്കും. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജയിൽ ചാട്ടങ്ങൾ, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സർക്കാർ തീരുമാനം കൈക്കൊള്ളുക. അതേസമയം ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്വാക്കാലത്തിന് നേരെ വിയൂർ ജയിലിൽ വെച്ച് ആക്രമണമുണ്ടായി. സഹതടവുകാരൻ രഘുവാണ് അസ്വാക്കിനെ മർദ്ദിച്ചത്. ഇയാൾക്കെതിരെ വിയൂർ പോലീസ് കേസെടുത്തു. 24 കണ്ണൂർ. തൃശൂർ പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞതിനെതിരായ ദേശീയപാത അതോറിറ്റിയുടെ അപ്പീൽ സുപ്രീം കോടതി തള്ളി. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. പൌരന്മാരുടെ ദുരവസ്ഥയിലാണ് തങ്ങൾക്ക് ആശങ്കയെന്നും കോടതി അഭിപ്രായപ്പെട്ടു. സഞ്ചാരയോഗ്യമല്ലാത്ത പാതകളിൽ ജനങ്ങൾ ടോൾ നൽകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. കാസർഗോഡ് സ്കൂൾ അസംബ്ലിക്കിടെ വിദ്യാർത്ഥിയുടെ കർണപടം തകർത്ത സംഭവത്തിൽ കുണ്ടൻകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ M അശോകന് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് നിർദ്ദേശം നൽകിയത്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച് നടപടിയെടുക്കും വരെ അവധിയിൽ പോകാനാണ് നിർദ്ദേശം. കശ്മീർ പുനഃസംഘടനാ ബിൽ നാളെ പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കും. ബില്ലിൽ കേന്ദ്ര സർക്കാർ നിർണായക ഭേദഗതി വരുത്തിയേക്കും. 1 മാസത്തിൽ കൂടുതൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷാർഹമായ കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന മന്ത്രിമാർക്ക് നിയമം ബാധകമാകും. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, നാളെ ഈ ബില്ല് പാർലമെന്റിൽ എത്തുമ്പോൾ എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ നിലപാട്? ഒപ്പം ഇതിൽ എന്തൊക്കെ ഭേദഗതികൾ വരുത്താനാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ നീക്കം?
പ്രജൻ, ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരുന്നു. പെട്ടെന്ന് മറ്റന്നാളാണ് ഈ സഭാ സമ്മേളനം അവസാനിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ലോക്സഭാ സെക്രട്ടറി ജനറൽ അയച്ച കത്തിൽ അദ്ദേഹം ഈ സഭാ നടപടികളിലൊക്കെ പെട്ടെന്ന് ഒരു ബില്ല് അവതരിപ്പിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള സഭാ നടപടികൾ ലഘൂകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. നിർണായക ബില്ലാണ്, ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ലാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ ചില നിർണായക ക്ലോസുകളും കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്ന ചില ക്ലോസുകളാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ സംസ്ഥാനത്തെ മന്ത്രിമാർ 30 ദിവസത്തിൽ കൂടുതൽ, അതായത് 30 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ, 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കിടന്നാൽ 31ാമത്തെ ദിവസം ഈ മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം നൽകുന്നതാണ് ഈ ക്ലോസ്. ഇത് മുഖ്യമന്ത്രിയുടെയോ ലഫ്റ്റനന്റ് ജനറലിന്റെയോ അഡ്വൈസിൽ ആയിരിക്കണം ഇത്തരത്തിൽ നടപടി. മുഖ്യമന്ത്രിയാണ് അങ്ങനെ കിടക്കുകയാണെങ്കിൽ ലഫ്റ്റനന്റ് ജനറൽക്ക് ആ മുഖ്യമന്ത്രി നീക്കം ചെയ്യാനുള്ള അധികാരം നൽകുന്നത് കൂടിയാണ് ഈ ഒരു നിയമം. നാളെ ആയിരിക്കും ഈ പാർലമെന്റിൽ സമ്മേളനം തീരാൻ 2 ദിവസം ബാക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു ഭേദഗതി ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ പോകുന്നത്. എന്തായാലും പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിർണായകമായ ബില്ലാണ്. 2019 ജമ്മു കശ്മീരിനെ വിഭജിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്ന് ബില്ല് അവതരിപ്പിച്ചു. അതിനുശേഷം യൂണിയൻ ടെറിട്ടറിയാണ് ജമ്മു കശ്മീരും ലഡാക്കും. എന്തായാലും ഈ ജമ്മു കശ്മീർ പുനഃസംഘടന എത്രയും വേഗത്തിൽ നടപ്പാക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു നടപടി. ശരി, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. നഗരസഭ 4-ാം വാർഡ് കള്ളാടിമുക്കിലെ അങ്കണവാടിയിൽ 3 വോട്ടുകൾ വ്യാജമായി ചേർത്തു എന്നാണ് UDFന്റെ ആരോപണം. നഗരസഭാ പരിധിയിൽ CPIM വ്യാപകമായി ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 18 വയസ്സ് തികയാത്തവരെ തിരിച്ചറിയൽ രേഖകളിൽ കൃത്രിമം കാണിച്ച് വോട്ടർ പട്ടികയിൽ ചേർത്തുവെന്ന വിവരങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് അംഗനവാടി പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ 3 വോട്ടുകൾ ചേർത്തിരിക്കുന്നത്. മുഹമ്മദ് ഐമാൻ, അബ്ദുൽ നസീർ, റഹീമ എന്നിവരുടെ പേരാണ് 322 എന്ന വീട്ടു നമ്പറിലുള്ളത്. എന്നാൽ പിതാവിന്റെ പേരുകൾ വ്യത്യസ്തവും. ഇതാണ് UDF പരാതിയുടെ അടിസ്ഥാനം. വയസ്സ് തികയാത്ത രീതിയിലുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർക്കുക, മറ്റ് പ്രദേശങ്ങളിലെ ആളുകളെ കെട്ടിടങ്ങളുടെയും അംഗനവാടിയൊക്കെ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളുടെ പേരിൽ വോട്ട് ചേർക്കുക, അങ്ങനെ തുടങ്ങി. ഇത് ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, കൗൺസിലർമാരുടെ ഭർത്താക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, DYFയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ, അവരുടെ നേതൃത്വത്തിലാണ് എന്നുള്ളതാണ്. ഇത് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് കൊള്ളയാണെന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം. തിരിച്ചറിയൽ രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നതിന്റെ 8 തെളിവുകളുമായി ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഹൈക്കോടതിയെയും സമീപിച്ചു. 4 വാർഡുകൾക്കെതിരെയാണ് നിലവിൽ പരാതി. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.